ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിച്ചു നോക്കിയാലോ. നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ഇത് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, 6-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ. വചനം പറയും, നമുക്ക് ശ്രദ്ധിക്കാം. മനുഷ്യ ശരീരം ദേവാലയമാണ്. ശരീരങ്ങളെ പവിത്രമായി സൂക്ഷിക്കണം. മനുഷ്യ ശരീരത്തെ അശുദ്ധമാക്കുന്ന പ്രവൃത്തികൾ ദേവാലയത്തെ അശുദ്ധമാക്കുന്നതിന് തുല്യമാണ്. എല്ലാ മനുഷ്യരിലും, പ്രത്യേകിച്ച് ദരിദ്രരും രോഗികളും പീഡിതരുമായ മനുഷ്യരിൽ ദൈവത്തെ കണ്ട് ശുശ്രൂഷിക്കണം. മറിച്ചായാൽ അത് ദേവാലയം അശുദ്ധമാക്കുന്നതിന് തുല്യമായിരിക്കും. യേശുവിൻ്റെ ശരീരമായ സഭയും ദൈവത്തിൻ്റെ ആലയമാണ്. ഓരോ വിശ്വാസിയും അതിലെ അവയവങ്ങളും. ജീവിക്കുന്ന ദേവാലയങ്ങളായ മനുഷ്യ ശരീരങ്ങളെ അവഗണിച്ച് അതിമനോഹരമായ ദേവാലയങ്ങൾ പടുത്തുയർത്തുമ്പോൾ യേശു ഉയർത്തിയ ചാട്ടവാറിൻ്റെ ശീൽക്കാരം കാതിൽ മുഴങ്ങണം. ഉണങ്ങി നിൽക്കുന്ന അത്തിമരത്തിൻ്റെ ചിത്രം മനസ്സിൽ തെളിയണം. യഥാർത്ഥ ദേവാലയങ്ങൾ തിരിച്ചറിയാനും ആദരിക്കാനും അവിടെ യഥാർത്ഥ ദൈവ ശുശ്രൂഷ നടത്താനും നാഥൻ തന്നെ കണ്ണുകൾ തുറന്നു തരട്ടെ.